കുഞ്ഞു പിള്ളേരൊക്കെ വീഴൊന്ന് വീഴും. മലഞ്ചേരയാണെന്ന് പറഞ്ഞു. വരുന്നവരാരും ഇറങ്ങി കുളിക്കാനൊന്നും ഇറങ്ങത്തൊന്നുമില്ല. അല്ല ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലോ. താഴെയൊക്കെ ചിലപ്പോൾ ഫോറസ്റ്റുകാരും. താഴോട്ട് പോകുമ്പോഴേ കേട്ടാ കല്ലൊക്കെ ഒരുപാടില്ലേ? അതൊക്കെ ഉണ്ട്. അതെന്റെ കല്ലെല്ലാം നമുക്ക് റൂട്ട് അറിയാമല്ലോ. ആ റൂട്ടിൽ കൂടെ അങ്ങനെ കല്ലിന് ഇടയ്ക്ക് വെള്ളം കാണും. റൂട്ട് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിന്റെ മണ്ട വരെയൊക്കെ വെള്ളം പൊങ്ങാറുണ്ടോ? കര വരെയൊക്കെ പൊങ്ങൂല്ലേ? അന്നേരം നിർത്തി വെക്കുമായിരിക്കും. ശരിക്കും മനോഹരമായ ഒരു സ്ഥലമാണ്. പ്രകൃതിയെ കണ്ട്, പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് ഈ കൊട്ടവഞ്ചിയിലുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം വന്നു പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് അടവി. അടവിയോട് ചേർന്ന് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മൾ മുൻപ് വന്ന വഴിയിലൂടെ നേരെ പോകാമെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് മണ്ണീറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ്. അതുപോലെ തന്നെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് കോന്നി ആനക്കൂട്. പണ്ട് വനത്തിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന് ആനകളെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു. ആനപിടുത്തം നിർത്തലാക്കിയ ശേഷം വനത്തിൽ നിന്നും കൂട്ടം തെറ്റിയും അസുഖം ബാധിച്ചും കണ്ടെത്തുന്ന ആനകളെ പ്രത്യേകം പരിചരണം കൊടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമായി കോന്നി ആനക്കൂട് മാറിയിരിക്കുന്നു. ഇന്ന് ദിനംപ്രതി ഒരുപാട് സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് കോന്നി ആനക്കൂട്. ഒരു ദിവസം കണ്ട് ആസ്വദിച്ച് മടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കോന്നി. ആനയുടെ കാലിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റുന്നതായിരിക്കും. അതിപ്പോൾ സീസൺ ടൈമാണ് കേട്ടാ. ഇപ്പോൾ ആള് എങ്ങനെയുണ്ട്? തിരക്ക് മഴയുടെ ആയിട്ടാണ്? മഴക്കാലത്തിൻ്റെ ആണോ? അന്നേരം അലൗഡ് അല്ലേ ഇത്? മഴ ഉണ്ടായാലും അല്ലാത്ത ദിവസം കുഴപ്പമില്ല. അടിയിൽ പാറയല്ലേ താഴോട്ട്? അത് ചെളിയല്ലല്ലോ. ഞങ്ങള് ഇപ്പൊ വന്നത് കലഞ്ഞൂര്, ഞങ്ങള് അരിപ്പാട്, ആലപ്പുഴ. ഈ അവിടെ നിന്നുള്ള വഴി നേരെ എങ്ങോട്ടാ പോകുന്നത്? നമ്മളെ പാർക്കിങ്ങിന്റെ കൊണ്ടേക്ക് അതവിടെ ഒരു മണ്ണീറാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. എത്ര ദൂരം ഉണ്ട്? ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ഇതാണോ ഫിനിഷിംഗ് പോയിന്റ്?
വന്യമൃഗത്തെ മലഞ്ചേരിയെന്ന് മലഞ്ചേരിയെന്ന് പറഞ്ഞു. അന്ന് റൂമിൻ്റെ അവിടെ തറ കിടക്കുന്നു. നമ്മുടെ അവിടെയൊക്കെ വരത്തില്ല ഇവിടെ ചേര കിട്ടി കേട്ടോ അതിന്. അത് നമുക്ക് വീട്ടിൽ നിന്ന് കാണുന്നതിന് താഴെഭാഗമായിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലേ? ദൂരമുള്ള സമയത്താണ്, അല്ലെങ്കിൽ അവരൊന്നും മിണ്ടത്തില്ല. ഇവിടെ ആഴമില്ല. ഇപ്പൊ ഈ ഒഴുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ വീഴുന്ന ഒഴുകും. അതുകൊണ്ട് ഈ കൂട്ടത്തോടെ വരുന്നവർ അവർ തമ്മിൽ വെള്ളത്തിൽ കളിക്കുന്ന പിള്ളേരെ ശ്രദ്ധിക്കുന്നു. പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്ന പിള്ളേർ ഒഴുക്കുള്ളതുകൊണ്ട് എന്തോ നല്ല ആഴമാണല്ലേ? താഴെ ഇവിടുന്ന് തുടങ്ങി അങ്ങ് താഴെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് പോകും. അങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചി റൈഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളുടെയും പെരുമാറ്റമാണ്. നിറശിരിയുമായി കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് ഇവിടെ ഓരോ ആൾക്കാരും നമ്മളോട് പെരുമാറുന്നത്. ഇവിടുത്തെ വിജയത്തിൻ്റെ കാരണവും അതുതന്നെയാണ്. നമ്മുടെ കുഞ്ഞാളും കൊട്ടവഞ്ചിയിലുള്ള റൈഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. യാത്രയ്ക്ക് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സ്ഥലമാണ് അടവി. വനത്തിൻ്റെ ഭംഗി കണ്ട് ശാന്തതയിറങ്ങി മനോഹരമായൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. എങ്കിലേ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം. ബായ്.